ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൗതം ജയിലിലാണല്ലോ, അപ്പോൾ ഇറക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയോ പണിപ്പെട്ട് നടക്കുകയാണ് നമ്മുടെ നിധി. വക്കീലിനെ കൊണ്ട് പോയി സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നിധി ഒരു ദിവസം CKCയുടെ ഓഫീസിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് CKC ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ പറയും പേര് നിധി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ CKCയോട് പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിധീനെ അവിടെ കണ്ടപ്പോൾ നമ്മുടെ നിർമ്മലമ്മ അറിയില്ലല്ലോ നിധിക്ക് ഇവിടെ വർക്ക് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നിർമ്മലമ്മ ആകെ കടന്നിട്ട് പരിഭ്രമിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെ നിധിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതില്ലേ. അപ്പോൾ അറിയാത്ത പോലെ അവിടെ നിന്നിട്ട് കുറച്ച് ദൂരെയാണ് നിധി നോക്കുമ്പോൾ അറിയാത്ത പോലെ അവിടെ നിന്നിട്ട് തുടക്കുകയാണ് കേട്ടോ. മാസ്കും ക്യാപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. പെട്ടെന്നൊരു നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ നിധി ഇങ്ങനെ നോക്കേണ്ടത് നിർമ്മലമ്മ പോലെ ഉണ്ടല്ലോ, നിർമ്മലാൻ്റെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റിസപ്ഷനിസ്റ്റ് വിളിച്ചിട്ട് CKCയുടെ അടുത്ത് പറയേണ്ടത് നിങ്ങളെ സാറിനെ കാണാൻ നിധി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് എന്തിനേയും ചോദിക്കേണ്ടി കേട്ടോ. കാര്യമൊക്കെ അവിടെ പറഞ്ഞോളാം എന്നാൽ പറയണേന്ന് പറയും. അപ്പോൾ ശരി കടത്തി വിടുമെന്ന് പറയും കേട്ടോ. അപ്പോൾ റിസപ്ഷനിസ്റ്റ് നിധിക്ക് വഴിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം പോയിട്ട് നേരെ ലെഫ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് വഴി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പെട്ടെന്ന് നിർമ്മലാൻ്റീൻ്റെ നോട്ടം വിട്ടിട്ട് അങ്ങോട്ട് വേഗം പോകുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ നിധിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, നിർമ്മലമ്മ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിധി അവിടെ ചെന്നിട്ട് ഡോറിൽ മുട്ടുവിട്ടോ. അപ്പോൾ യെസ് കം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് CKC ചോദിക്കുന്നത് ഇത്രയും വലിയ ബിസിനസ്മാൻ്റെ ഭാര്യയെന്ന് നിധിക്ക് അവിടെ റിസപ്ഷനിൽ ചോദിച്ച് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് വരേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ നിധി പറയണ്ട കേട്ടോ. അങ്ങനെ CKCയെ കളിയാക്കിയിട്ട് പറയുന്നുണ്ട് അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒക്കെ കടന്ന് ചെല്ലണതും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു രസമായിരിക്കാം, പക്ഷേ ഞാൻ അത്ര കാര്യമല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. എന്നിട്ട് പുച്ഛിച്ചിട്ട് നിധി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ CKCക്ക് അത് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്നിട്ട് CKCക്കും എന്താ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട് കാര്യമൊക്കെ പറയാം, പക്ഷേ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം കുടിക്കാൻ എന്തെങ്കിലും ചായയോ കോപ്പിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കില്ലല്ലേ ഒരു മര്യാദ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ CKCയൊക്കെ ഒട്ടും പിടിക്കണില്ല. എന്നാലും CKC ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഫോൺ എടുത്തിട്ട് നമ്മുടെ നിർമ്മലാൻ്റിക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഗസ്റ്റ് ഉണ്ട്, 2 കാപ്പി വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ വെച്ചിട്ട് പുച്ഛിച്ചിട്ട് CKC പറയും കേട്ടോ. നിധി ഇപ്പം എന്തിനാ വന്നേന്നൊക്കെ എനിക്കറിയാം, ഗൗതം എന്തായാലും ജയിലിലല്ലേ, അപ്പോൾ ഗൗതമിനെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് എന്തായാലും വക്കീൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ CKC പ്ലീസ് ഗൗതമിനെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കാല് പിടിച്ച് കെഞ്ചാൻ വന്നതല്ലേ. ഞാനിത് മുമ്പേ വിചാരിച്ചതാണ്, പക്ഷേ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി ഒരു പുച്ഛത്തോട് കൂടിയിട്ട് നമ്മുടെ CKCനെ ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം നിർമ്മലാൻ്റെ ആണെങ്കിൽ ആകെ അവിടെ കിടന്നിട്ട് പരാക്രമം അടിക്കുകയാണ്. എങ്ങനെയപ്പോൾ ഇതൊന്ന് കാപ്പി കൊണ്ടു കൊടുക്കണ്ടേ, കാപ്പി കൊണ്ടു കൊടുത്ത് എന്തായാലും നിധി പിടിക്കുന്നറിയാം. അപ്പോൾ അവിടെ നിൽക്കണ വേറൊരു ചേച്ചീനെ വിളിച്ചിട്ട് പറയണ്ട കേട്ടോ, അതെ 2 ചായ കാപ്പി വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു, ഞാനത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഇതൊന്ന് സാറിന് കൊണ്ടു കൊടുക്കുമോ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ അവർ അതിനെന്താ കൊണ്ടു കൊടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് അവരെ കാപ്പിയും കൊണ്ട് ചെല്ലു കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ CKC പറയേണ്ടത് ഗൗതം എന്തായാലും ഇനി പുറത്തിറങ്ങാൻ ഒരു ചാൻസും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ചോദിക്കേണ്ടത് അതെന്താ എത്ര ഉറപ്പിച്ച് പറയാനായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഗൗതം ജയിലിൽ പോയാൽ പങ്കുണ്ടല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടണില്ല CKC. ആ സമയത്താണ് മറ്റേ സ്ത്രീ ചായയും കൊണ്ടുവരുന്നത് കേട്ടോ. എന്നിട്ട് നിധിക്ക് ആദ്യം കാപ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്ത് കുടിച്ച വശം നിധിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് നിർമ്മലാൻ്റിയുടെ കോഫിയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല പുഷ്പ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് CKC. അപ്പോൾ പറയുന്നുണ്ട് അവർക്ക് എന്താ അവിടെ അർജൻറ്റ് പണിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി കാപ്പീനെ കുറിച്ച് പൊക്കി പറയുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട് കേട്ടോ, നല്ല കാപ്പിയാണെന്ന് ഞാൻ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കാപ്പി കുടിച്ചിട്ട് നിധി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ CKC വിചാരിച്ചത് ഞാൻ CKCയുടെ കാല് പിടിക്കാൻ വന്നതാണെന്നല്ലേ, പിന്നെ എന്തിനാ വന്നേ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പം നിധി പുച്ഛത്തോട് കൂടിയിട്ട് അവിടെ പേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് അറിയാത്ത പോലെ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് അത് എടുത്തിട്ട് മടിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിധി ചോദിക്കണ്ട കേട്ടോ, ഗൗതം അങ്ങോട്ട് ജയിലിൽ പോയി കഴിഞ്ഞാൽ നിധി ആകെ പേടിച്ചരണ്ട് വിഷമിച്ച് ഒരു മൂലയിൽ ഇരിക്കുന്നു കരുതിയില്ലേ നിങ്ങളുടെ ഭാര്യയും. എന്നാൽ അങ്ങനെയല്ല, ഞാൻ നിങ്ങൾക്ക് വെച്ചൊരു വെല്ലുവിളി ഒന്നും ബാക്കിയുണ്ടല്ലോ, അത് ഞാൻ മറന്നിരിക്കുന്നു, പക്ഷെ നിങ്ങളത് വീണ്ടും കുത്തിപ്പൊക്കി, ഇനി എന്തായാലും നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. അപ്പോൾ CKC പുച്ഛത്തോട് ചോദിക്കണ്ട കേട്ടോ, ഭർത്താവ് ജയിലിൽ ആഹാരം കഴിച്ച് ജയിലിൽ കിടക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാണ്ട് ഇപ്പോൾ വലിയ വർത്തമാനം പറയാൻ വന്നിരിക്കുക. അപ്പോൾ ഈ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് നിധി പേഴ്സ് തുറന്നിട്ട് ഒരു മൈക്രോഫോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഫോണാണ്, അത് റെക്കോർഡ് ചെയ്യുമല്ലോ. അപ്പോൾ CKC സംസാരിക്കുന്നതൊക്കെ നിധിക്ക് കേൾക്കാം. അതിവിടെ എങ്ങനെയെങ്കിലും വെച്ചിട്ട് പോകാനാണ് കേട്ടോ നമ്മുടെ നിധി വന്നിട്ടുള്ളത്. എന്നിട്ട് CKCയോട് പറയണ്ട കേട്ടോ, ഞാനെന്തിനിപ്പോൾ ഗൗതമിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണം, അവരെത്രയും പെട്ടെന്ന് പുറത്തിറങ്ങും എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ CKC പറയേണ്ടത് എന്താ അത് ഇത്രയും ആത്മവിശ്വാസമോ, കോമഡി പറയണോ എന്ന് ചോദിക്കണ്ട കേട്ടോ. അല്ല ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞേ, നിങ്ങളാണ് പ്രണവിനെ കൊണ്ടുപോയി ഒളിപ്പിച്ചതെന്ന് ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും, ആ ദിവസം തന്നെ ഗൗതമിനെ റിലീസ് ചെയ്യാനും പറ്റും.
അതാ ഞാൻ പറഞ്ഞേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ സി കെ സിക്കാണെങ്കിൽ ചിരിച്ചിട്ട് വയ്യ. അത് കേട്ടിട്ട് കോമഡി കേട്ട് ചിരിക്കുന്ന പോലെ സി കെ സി ഭയങ്കരമായിട്ട് ചിരിക്കണം കേട്ടോ. ആ ചിരിക്കുന്ന ഗ്യാപ്പിൽ സി കെ സിയുടെ ശ്രദ്ധ തെറ്റിയ ഗ്യാപ്പിൽ അവിടെയുള്ള ചെറിയ ഫ്ലവർ വേസിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ നിധി ഈ ക്യാമറ ഒളിപ്പിച്ച് വെച്ചു. ക്യാമറയില്ല, ഈ മൈക്രോഫോൺ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരുന്നു കേട്ടോ. അപ്പോൾ സി കെ സിക്കാണെങ്കിൽ ചിരി നിർത്തി ചിരിക്കട ഇത് കണ്ടിട്ടില്ല. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ സി കെ സി ചോദിക്കുന്നുണ്ട്, പ്രണവ് ഇങ്ങനെ ഞാൻ തട്ടിക്കൊണ്ടുപോയിന്നാ, നല്ല രസമായിട്ടത്. എന്നിട്ട് സി കെ സി ചോദിക്കുന്നുണ്ട് കേട്ടോ, നീയും നിൻ്റെ ഭർത്താവും കൂടി ഈ സ്വത്തിന് വേണ്ടിയിട്ട് പ്രണവിനെ മാറ്റിയിട്ട് ഇപ്പം ഞങ്ങളുടെ മേൽ കുറ്റിയിടുന്നു. അത് പറഞ്ഞതും നിധിയുടെ മട്ടങ്ങ് മാറിയിട്ടോ. എണീറ്റ് നിന്നിട്ട് അവിടെയുള്ള മേശപ്പുറത്തെ സാധനങ്ങളൊക്കെ തട്ടി ഒറ്റ എറിയില്ല. എന്നിട്ട് പറയുന്നുണ്ട്, നിർത്ത് സി കെ സി. എന്നിട്ട് കുറേ ചീത്ത പറയുന്നുണ്ട് കേട്ടോ സി കെ സിനെ. അപ്പോൾ സി കെ സി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതില്ലാണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. ഒരു ബിസിനസ്മാൻ ചെയ്യണ പണിയാണോ നിങ്ങൾ കാണിച്ചത്? ഇനി നോക്കിക്കോ, നിങ്ങൾ ചെയ്ത ചതിയൊക്കെ ഓരോന്നായിട്ട് ഞാൻ വെളിയിൽ കൊണ്ടുവരും. ഞാൻ വെച്ച ചലഞ്ചിൽ ഞാൻ എന്തായാലും ജയിക്കും. നിങ്ങളുടെ ബർത്ത്ഡേയുടെ മുമ്പ് തന്നെ അത് സംഭവിച്ചിരിക്കും. അപ്പം ഈ നിങ്ങൾ ഈ ചിരിക്കുന്ന ചിരി ഉണ്ടല്ലോ, അന്ന് ലോകം നിങ്ങളെ നോക്കി ചിരിക്കും എന്നൊക്കെ പറയണ്ട കേട്ടോ. ഓർമ്മ വെച്ചോ എന്ന് പറയണ്ട കേട്ടോ. എന്നിട്ട് നിധി പറയണ്ട്, എന്തായാലും ഞാൻ വന്ന പണി കഴിഞ്ഞു, ഇനി ഞാൻ പോട്ടെ എന്ന് പറയണ്ട കേട്ടോ. നിധി ഉദ്ദേശിച്ച പണി ഇതാണ്, മൈക്രോഫോൺ വയ്ക്കില്ലാണ്. സി കെ സിക്ക് അത് മനസ്സിലായിട്ടില്ലല്ലോ. എന്നിട്ട് യാത്രയും പറഞ്ഞ് പോണ്ട് നിധി. എന്നിട്ട് നിധി ഡോറ് തുറന്ന് വരുമ്പോൾ നമ്മുടെ നിർമ്മലാൻ്റി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം നിധിനെ കണ്ട വശം ഓടി മാറുന്നു കേട്ടോ അവിടുന്ന്. അപ്പോൾ നിധി പുറത്തിറങ്ങി നിന്നിട്ട് ഒന്ന് നോക്കി ചിരിക്കുന്നുണ്ട് ക്യാബിനിലേക്ക്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഒന്ന് ഓണാക്കി നോക്കിയിട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ സി കെ സി പറയണതെന്ന് അറിയാണല്ലോ. അപ്പോൾ നമ്മുടെ സി കെ സി പറയട്ടോ, നിധി നീ എൻ്റെ ഓഫീസിൽ വന്നിട്ട് എന്നെ വിരട്ടി പോവല്ലേ, എൻ്റെ ബർത്ത്ഡേയുടെ മുന്നേ നിന്നെ ഞാൻ തീർക്കും. എന്തിനിപ്പോൾ അവൾ വന്നേ, എന്തിനിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചേ എന്നും പറഞ്ഞിട്ട് നേശ്വരം മുകളിൽ ഇങ്ങനെ അടിക്കണം കേട്ടോ സി കെ സി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിധി ഫോണിൽ കൂടെ കേട്ടിട്ട് നിന്ന് ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ സി കെ സി ഓഫീസിൽ എന്ത് സംസാരിച്ചാലും നിധിക്ക് അത് ഫോണിൽ കേൾക്കാം. അപ്പോൾ സി കെ സിയുടെ സംസാരം കേട്ടിട്ട് നിധി ചിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിധി ചുറ്റിലൊന്നും നോക്കുന്നുണ്ട്, നിർമ്മലാൻ്റീനെ എവിടെയെങ്കിലും കാണാണ്ടോന്ന് കേട്ടോ. അതായത് നിർമ്മലാൻ്റിയുടെ ചെരുപ്പും വളയും ഒക്കെ കണ്ടിട്ട് നിധിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് നിർമ്മലാൻ്റിയെന്ന്. എന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നിർമ്മലാൻ്റി കണ്ണിൽ പെടാണ്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ നിധി ഓഫീസിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ സമാധാനമായി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് നമ്മുടെ നിർമ്മലാൻ്റി കേട്ടോ. പക്ഷേ നിധി നിർമ്മലാൻ്റിയെ കൈയോടെ പോക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.